ഗെയിം കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷനാണ്. എത്ര മണിക്കൂറാണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സിനിമ കാണുമ്പോഴും എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷനാണ്. 2-3 മണിക്കൂറൊക്കെ പോകുന്നതേ അറിയില്ല. പക്ഷേ ഈ പഠിക്കാനിരിക്കുമ്പോണ്ടല്ലോ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉറക്കം വരികയാണ്, ബോറടിക്കുകയാണ്. എല്ലാ സ്റ്റുഡൻസിനും അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ബോറടിക്കാതെ പഠിക്കാം, ഹൗ ടു ഫോക്കസ് ഓൺ സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടാത്തത്? നിങ്ങൾ ഒരിക്കലും എങ്ങനെ ഗെയിം കളിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് സെർച്ച് ചെയ്യുന്നില്ല. എങ്ങനെ സിനിമ കാണുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് സെർച്ച് ചെയ്യുന്നില്ല. എങ്ങനെ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് മൊബൈൽ ഉപയോഗിക്കാം എന്നും സെർച്ച് ചെയ്യുന്നില്ല. പിന്നെന്താ പഠിക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തത്? വൈ ബ്രോ വൈ? പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാനുള്ള വല്ല മാജിക്കും ഉണ്ടായിരുന്നെങ്കിൽ, വല്ല മരുന്നുണ്ടായിരുന്നെങ്കിലും വാങ്ങിച്ച് കുടിച്ചേനെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? എനിവേ, ഈ പഠിക്കുമ്പോൾ മാത്രം കോൺസെൻട്രേഷൻ കിട്ടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്നറിയോ? നിങ്ങൾ ഈ പഠിക്കുക എന്ന് പറയുന്നതിനെ ഓർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തെ വലിയൊരു ശത്രുവായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒരു അപ്രോച്ചാണ് ആദ്യം നിങ്ങൾ മാറ്റേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് പഠിച്ചോളൂ, എത്ര മണിക്കൂർ വേണമെങ്കിലും, 6, 8, 12 എത്ര മണിക്കൂർ നിങ്ങൾ പഠിച്ചാലും ശരി, പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എത്ര നേരം പഠിച്ചാലും യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പോർഷൻസ് എല്ലാം കവർ ചെയ്യാനും സാധിക്കും. റൈറ്റ്. അപ്പോൾ പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടാനുള്ള ചില നുറുക്ക് വിദ്യകളൊക്കെ, കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. ബട്ട് ആ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അതിൻ്റെ മാക്സിമം ലെവലിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ശത്രുവല്ല, മറിച്ച് എൻ്റെ മിത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ +1 എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ, നല്ലൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. എഡ്യൂസാറ്റ് ലേണിംഗ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇപ്പോൾ ഇവർ +1 എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതായത് 5 സബ്ജക്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്സ്, അങ്ങനെ ഈ 5 സബ്ജക്ട്സിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാം റെക്കോർഡ് ക്ലാസ്സുകളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് ഡൗട്ട് ചോദിക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്കഷൻ സെക്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. സോ ഇവരെല്ലാം ഹൈ ക്വാളിറ്റി ക്ലാസ്സുകളാണ് എടുത്തു തരുന്നത്. എല്ലാ ക്ലാസ്സുകളും മാക്സിമം ഒരു 2 മണിക്കൂർ നേരമേ വരുന്നുള്ളൂ. അതിനുള്ളിൽ തന്നെ ഇവർ ഫുൾ പോർഷൻസും കവർ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് 1199 രൂപയാണ്. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ കൊടുക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് തന്നെയാണത്. പിന്നെ ഇവർ +1, +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ചെക്ക് ചെയ്യുക. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ബാക്ക് ടു അവർ വീഡിയോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൈൻഡ് സെറ്റിനെ പറ്റിയിട്ടാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ശത്രുവല്ല, മറിച്ച് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ലൈഫിൽ എന്നെ സക്സസ്ഫുൾ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല സുഹൃത്താണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയേക്കാം, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോയേക്കാം. പക്ഷേ നിങ്ങളുടെ അറിവുണ്ടല്ലോ, നിങ്ങളുടെ സ്കിൽസ് ഉണ്ടല്ലോ, നിങ്ങളുടെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അതൊരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. കാലാകാലം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ശരിയല്ലേ? നിങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകും അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തുന്ന നിങ്ങളുടെ പാരൻസിനും ഒരുപാട് സന്തോഷമാകും. യു ഓൾ ഫീൽ വെരി പ്രൗഡ്. എൻ്റെ 10th റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കും അതേപോലെ എൻ്റെ പാരൻസിനും ഉണ്ടായിരുന്ന സന്തോഷം ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ദാറ്റ് വാസ് റിയലി നൈസ്. സാഹചര്യങ്ങൾ കാരണം, വീട്ടിലൊക്കെ സാഹചര്യങ്ങൾ കാരണം ആഗ്രഹിച്ച കോഴ്സ് പഠിക്കാൻ സാധിക്കാതെ പോയി വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. മേ ബി നിങ്ങളുടെ പാരൻസും അങ്ങനെയുള്ള ഒരാളായിരിക്കാം. ബട്ട് ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം. അതിനുള്ള സാഹചര്യം നിങ്ങളുടെ വീട്ടുകാരും സൊസൈറ്റിയും ഒക്കെ ഒരുക്കി തരുന്നുണ്ട്. സോ യൂസ് ഇറ്റ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടാണ്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങൾ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്. ആ ഒരു പോയിന്റ് നിങ്ങൾ ക്യാച്ച് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അല്ലാതെ യൂട്യൂബിൽ പോയിട്ട് എങ്ങനെ പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് സെർച്ച് ചെയ്ത് അതിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കാണാപാഠം പഠിച്ച് അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. ഓക്കെ, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ബട്ട് വലിയ മാറ്റങ്ങൾ വേണമെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക.
അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇതെൻ്റെ നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്, നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ വന്നോളും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.